ട്രബിൾ വിത്ത് ദ കർവ് ഒരു ബേസ്ബോൾ ബേസ്ഡ് സിനിമയാണ്, ഒരു സ്പോർട്സ് റൊമാൻസ് സിനിമയാണ്. ഇതിനകത്ത് ബേസ്ബോൾ ആണ് കൂടുതൽ ഈ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ബേസ്ബോൾ അറിയാവുന്നവർക്ക് ഈ സിനിമ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷേ അറിഞ്ഞില്ല എന്നും വെച്ച് സിനിമ മനസ്സിലാവുന്നില്ല. കുറച്ച് ടൈംസൊക്കെ ബേസ്ബോളിനെ പറ്റിയിട്ട് ബേസ്ബോളിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കും. നമുക്കിങ്ങനെ ഈ ബേസ്ബോൾ ആദ്യം കാണിക്കുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആവണം എന്നില്ല, കാരണം നമുക്ക് ബേസ്ബോളിനെ പറ്റി അറിയില്ല, ബേസ്ബോളിൻ്റെ ഹിസ്റ്ററി ഒട്ടും അറിയാത്ത ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് ബേസ്ബോൾ യൂസ് ചെയ്തിട്ടുള്ള ബേസ്ബോളിനെ പറ്റിയുള്ള ഒരു സിനിമ ആയിട്ടാണ് ഈ സിനിമ കാണിച്ചു പോകുന്നത്. അപ്പോൾ ഗസ് ലോബൽ എന്ന് പറയുന്ന ഒരു ബേസ്ബോൾ സ്കോട്ട്, പുള്ളി ഇങ്ങനെ സെലക്ഷൻ, അതായത് നമ്മൾ ഒരു വലിയ ടീമിന് വേണ്ടി സെലക്ഷൻ കമ്മിറ്റി എന്നൊക്കെ പറയല്ലേ, പുള്ളി ഹൈസ്കൂൾ സ്കോട്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഹൈസ്കൂളിലെ മത്സരങ്ങളിൽ നിന്ന് അവിടുന്ന് ഓരോ നല്ല പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുന്നതാണ് പുള്ളിയുടെ ജോലി. അപ്പം പ്രായമായി, അപ്പോൾ ഈ ഒരു വലിയ കമ്പനിക്ക് പുള്ളിയെ മാറണം, അതിനകത്ത് കുറച്ച് ആൾക്കാർക്ക് ഈ ഗസ് ലോബലിനെ ഇതിനകത്ത് മാറണം എന്നുള്ള ചെറിയൊരു ടോക്കൊക്കെ വരുന്നു. അപ്പം ഗസ് ലോബലിൻ്റെ ഫ്രണ്ട് പറയുന്നു ഈ ഒരു സീസൺ പുള്ളി പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണോ അത് വെച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാമെന്നൊക്കെ പറയുന്നു. അപ്പം സെലക്ഷൻ കമ്മിറ്റിയാണ്, നല്ല രീതിയിൽ സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല പ്ലേയേഴ്സുമായിട്ട് കോൺട്രാക്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടമാണ്. അങ്ങനെ ഗസ് ലോബൽ പോകുന്നു. ഗസ് ലോബലിൻ്റെ പ്രായമായതുകൊണ്ട് തന്നെ പുള്ളിയുടെ കാഴ്ച കുറച്ച് നഷ്ടപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ പുള്ളി ഹോസ്പിറ്റലിൽ പോകാനൊന്നും തയ്യാറാവുന്നില്ല. അപ്പോൾ ഇത് പുള്ളിയുടെ ഫ്രണ്ട്സ് എല്ലാവരും മകളെ വിളിച്ച് പറയുന്നു, മിക്കിയെ വിളിച്ച് പറയുന്നു. മിക്കി വലിയൊരു ലോ ഫേമിലെ പാർട്ണറായിട്ട് ജസ്റ്റ് അപ്പോയിൻ്റ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ഇവർ, അതായത് ഈ അച്ഛൻ മകൾ തമ്മിൽ വലിയ കണക്ഷൻസ് ഒന്നുമില്ല. ആ ഒരു കണക്ഷൻ ഒക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്, എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ കണക്ഷൻ ഇല്ലാത്തതെന്നൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ജോണി ഫ്ലെമിംഗൻ എന്ന് പറയുന്ന വേറൊരു പ്ലെയറുണ്ട്. പുള്ളി ഇതേപോലെ വലിയ സ്റ്റാറായി വരുന്ന സമയത്ത് ഹാൻഡ് ലിസ്റ്റിലൊക്കെ ആയി പോകുന്നു. അങ്ങനെ ആ ഒരു കരിയർ ഇല്ലാണ്ടാവുന്നു. ഇപ്പം കമൻറ്റേറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റിന് വേണ്ടി ബ്രോഡ്കാസ്റ്റൊക്കെ അല്ലേ, അതിനുവേണ്ടി വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ പോകുന്നു. അപ്പം ഈ നമ്മളുടെ ഗസ് ഒരു വലിയ നോർത്ത് കാരോലൈനയിൽ പോയിട്ട് അവിടെ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ മിക്കി എവിടേക്ക് വരുന്നു, അതായത് അച്ഛനെ സഹായിക്കാനായിട്ട് മിക്കി വരുന്നു. മിക്കിയുടെ ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫേമിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ലോയർ ആണെങ്കിൽ കൂടി ബേസ്ബോൾ കണ്ട് വളർന്ന കുട്ടിയാണ്, ബേസ്ബോളിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കുട്ടിയാണ്. അങ്ങനെ വരുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ വെച്ച് പറഞ്ഞു തീർക്കുന്നു. അത് കുറേ ഉണ്ട്, അതായത് ഇവർ തമ്മിൽ എന്താണെന്ന് പ്രശ്നം, എങ്ങനെയാണ് പ്രശ്നം എന്നൊക്കെയാണ് ഈ സിനിമ കുറേ ഭാഗത്ത് പറഞ്ഞു പോകുന്നത്. ഇതിനിടയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ വലിയൊരു, അതായത് ഹൈസ്കൂൾ സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഒരാൾ, പുള്ളി ഭയങ്കര ഷോയും കാര്യങ്ങളും ബേസ്ബോൾ വെച്ച് ഭയങ്കര ഷോ ഒക്കെയാണ്. അപ്പം ഇത് പുള്ളിയെ സെലക്ട് ചെയ്യാനായിട്ട് ഈ കമ്പനിയുടെ വേറെ ആൾക്കാർ തയ്യാറാകുന്നു, അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ഗസ് വിളിച്ചിട്ട് പറയുന്നു ഇതിൽ നല്ല പ്ലേയേഴ്സിനെ കിട്ടും, പുള്ളിക്ക് കർവ്, അതായത് ട്രബിൾ വിത്ത് കർവ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ബേസ്ബോൾ അറിയണമെന്ന് പറയുന്നത്, ബാറ്റെ കൊള്ളാണ്ടിരിക്കുക എന്നുള്ളൊരു സാധനമുണ്ട് ബോൾ അറിയുന്ന സമയത്ത്. അപ്പം അത് ആണ് ട്രബിൾ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഈ സമയത്ത് മിക്കി വേറൊരു പ്ലെയറിനെ, അതായത് ഹൈസ്കൂൾ പ്ലെയറൊന്നുമല്ല, അല്ലാതെ നിന്ന ഹൈസ്കൂൾ ഏജിലുള്ള ഒരു പ്ലെയറിനെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഈ ഹൈസ്കൂൾ സ്റ്റാറുമായിട്ട് അവിടെ ഒരു മാച്ച് വരുന്നു. അപ്പം മനസ്സിലാക്കുന്നു ഹൈസ്കൂൾ സ്റ്റാർ ഇവർ സെലക്ട് ചെയ്യണം എന്ന് വിചാരിച്ച ഒരു പുള്ളി വലിയ പ്ലേ ഒന്നുമില്ല, അതൊരു ഡിസാസ്റ്ററായി പോകുമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ മിക്കിയെ ഈ ഒരു ടീമിലേക്ക് അല്ലെങ്കിൽ ടീം സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്ലെയറിൻ്റെ ഏജൻ്റായിട്ട് നിൽക്കാനായിട്ട് ഗസ് പറയുന്നു. അങ്ങനെ പോകുന്നു. അതിനിടയ്ക്ക് ഈ ജോണിയുമായിട്ട് ഇവർ തമ്മിൽ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ തെറ്റിപ്പോകുന്നു. അവസാനം ജോണി വരുന്നത്, ഈ ജോണിയും മിക്കി തമ്മിലുള്ളതാണ് റൊമാൻസ് വരുന്നത് ഇതിനകത്ത്. പിന്നെ ഗസ് ഇതിൽ നിന്ന് റിട്ടയർ ആവുകയാണെന്ന് പറയുന്നു. അങ്ങനെ പോകുന്നൊരു സിനിമ. പക്ഷേ കുറച്ച് ലാഗ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. 1 മണിക്കൂർ 50 മിനിറ്റുള്ള സിനിമയിൽ ചില സമയത്തൊക്കെ നല്ല ലാഗ് ഫീൽ ചെയ്യും. ഇതെന്താണ്, ഒന്നും നമ്മൾ ഇങ്ങോട്ട് പോകുന്നില്ലല്ലോ, സിനിമ ഇങ്ങോട്ട് നീങ്ങുന്നില്ലല്ലോ എന്നൊരു ഫീൽ വരും. പക്ഷേ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു ഫീലൊക്കെ ഇത് കൊള്ളായിരുന്നു എന്നൊരു ഫീലും വരും. അപ്പം ഈ സ്പോർട്സ്, അതായത് ബേസ്ബോൾ അറിയാണ്ട് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എത്ര ശതമാനം നിങ്ങൾക്കിതൊരു ഇൻട്രസ്റ്റിംഗ് സിനിമയായിട്ട് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെ തോന്നുന്നില്ല. ഞാൻ എന്തായാലും ഇതിനകത്തൊരു സീൻ കണ്ടിട്ടാണ് ഈ ഒരു സിനിമ പോയി കാണുന്നത്. പക്ഷേ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്നാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഇത്രയാണ് ആ ഒരു ട്രബിൾ വിത്ത് ദ കർവ്.